ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? പണം ഒരു പ്രശ്നമാണോ? എന്നാൽ വെറും 2000 രൂപയ്ക്ക് ആരംഭിക്കാൻ കഴിയുന്ന 5 ബിസിനസ് ആശയങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ ടൈം, ക്രിയേറ്റിവിറ്റി, മാർക്കറ്റിംഗ് സ്കിൽ എന്നിവ മാത്രമാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയി വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു 5 ബിസിനസ് ഐഡിയ എന്ന് മനസ്സിലാക്കാം. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ബിസിനസ് ആശയമാണ് ഹോം മെയ്ഡ് സ്നാക്ക് റീസെല്ലിംഗ് ബിസിനസ്. കേരളത്തിൽ ഭക്ഷണത്തിന് ഒരു സീസണുമില്ല. എല്ലാ സീസണിലും ഭക്ഷണത്തിന് ഡിമാൻഡ് വളരെയേറെയാണ്. രുചികരമായ ഭക്ഷണം എവിടെ കിട്ടുന്നോ അവിടെ കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ആളുകൾ എത്തുകയും ആ ഒരു ഭക്ഷണം ട്രൈ ചെയ്യുകയും ചെയ്യുന്നു. നമുക്കിനി ഈ ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ കഴിയുന്ന കുറച്ച് ഭക്ഷണ ഐറ്റംസ് ചൂസ് ചെയ്യുക. അതായത് നമുക്കറിയാം, മുറുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സ്നാക്സ് അല്ലെങ്കിൽ ചിപ്സോ എന്തും, ശർക്കര വരട്ടിയോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ലളിതമായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു 2-3 ലിമിറ്റഡ് ഐറ്റംസ് ഏതാണെന്ന് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, എനിക്ക് കുക്ക് ചെയ്യാനുള്ള കഴിവില്ലല്ലോ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനുള്ള വഴിയും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് വീട്ടമ്മമാരിൽ നിന്നോ, ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന വീട്ടമ്മമാരിൽ നിന്നോ അല്ലെങ്കിൽ ബേക്കറികളിൽ നിന്നോ ഹോൾസെയിലായി ഇത്തരത്തിലുള്ള ഡിഷസ് വാങ്ങാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു സ്നാക്ക് നിങ്ങൾ 250 ഗ്രാം പാക്ക്, അതുപോലെ തന്നെ 500 ഗ്രാം പാക്ക് അല്ലെങ്കിൽ 1 കിലോ പാക്ക് എന്നിങ്ങനെ ഡിഫറെന്റ് ക്വാണ്ടിറ്റിയിൽ പാക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ബിസിനസിന് ആവശ്യമായ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു 2000 രൂപയിലെ 1200 രൂപ നമ്മൾ സ്നാക്ക് വാങ്ങാനാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ബിസിനസിന്റെ മെയിൻ ഘടകം, മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഒരു സ്നാക്ക് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 2000 രൂപയിലെ 1200 രൂപ സ്നാക്കുകൾ വാങ്ങാനായി ഉപയോഗിക്കുന്നു. പിന്നെ ഈ ഒരു 2000 രൂപയിൽ നിന്ന് 300 രൂപ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിനുള്ള പാക്കിംഗ് കവറുകൾ വാങ്ങുന്നതിനും, അതുപോലെ തന്നെ നിങ്ങൾ ഒരു ബ്രാൻഡ് ആയിട്ടാണ് ഇത് ഇറക്കാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനാവശ്യമായ സ്റ്റിക്കറുകൾ വാങ്ങുന്നതിനും നമ്മൾ ഒരു 300 രൂപ ഉപയോഗിക്കുന്നു. ഇപ്പോൾ 2000 രൂപയിലെ 1500 രൂപ നമ്മൾ ഉപയോഗിച്ചു. ഇനി ബാക്കിയുള്ളത് 500 രൂപയാണ്. ഈ ഒരു 500 രൂപ നമ്മൾ ഉപയോഗിക്കുന്നത് ഡെലിവറി ചാർജും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിന്റെ ആവശ്യമാണ്. നമ്മളുടെ ഈ ഒരു സാധനം ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി എത്തിക്കുക എന്നത് നമ്മളുടെ ബിസിനസിന്റെ ഭാഗമാണ്. ഇനി നമുക്ക് ഈ ഒരു ബിസിനസിന്റെ ലാഭസാധ്യത എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, നമ്മൾ ഓരോ പാക്കറ്റുകളാണ് ഈ ഒരു സ്നാക്കിനെ വിൽക്കുന്നത്. അപ്പോൾ ഓരോ പാക്കറ്റിൽ നിന്ന് നമുക്ക് 10 അല്ലെങ്കിൽ 20 രൂപയോ ലാഭം നേടാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ ഒരു 50 പാക്കറ്റ് ദിവസേന വിൽക്കുകയാണെങ്കിൽ ഏകദേശം 500 രൂപ മുതൽ 1000 രൂപ വരെ നമുക്ക് ലാഭം നേടാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഇത്തരത്തിലൊരു ബിസിനസ് ഞാൻ ആരംഭിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്? അതിന്റെ വഴിയും ഞാൻ തന്നെ പറഞ്ഞു തരാം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സ്ആപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ പ്രൊമോഷൻ ചെയ്യാവുന്നതാണ്. സ്വന്തമായി നിങ്ങളുടെ ഒരു ബിസിനസ് വേണ്ടി ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യുകയും ഏതൊക്കെ ഐറ്റംസ് ആണ് നിങ്ങൾ ഇന്ന് വിൽക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആ ഒരു പേജിൽ നൽകുകയാണെങ്കിൽ ആ ഒരു ഓഡിയൻസിന് നിങ്ങൾ ഈ ഒരു സാധനം വിൽക്കുന്നു എന്ന് മനസ്സിലാക്കുകയും അവർ നിങ്ങളുടെ സാധനം ഓർഡർ ചെയ്യുകയും നിങ്ങൾക്ക് അതിൽ നിന്ന് കൂടുതൽ ലാഭം നേടാനും സാധിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ബിസിനസ് ഐഡിയ എന്താണെന്ന് നോക്കാം. കസ്റ്റമൈസ്ഡ് മഗ് ആൻഡ് ടീഷർട്ട് പ്രിന്റിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മഗ്ഗിലോ അല്ലെങ്കിൽ ടീഷർട്ടിലോ എന്നിങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ചെയ്ത് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇതൊരു ബിസിനസ് ആക്കി മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് ആരംഭിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, ഇത്തരത്തിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രിന്റിംഗ് മെഷീൻ ഞാൻ വാങ്ങേണ്ടതുണ്ട്, അതെന്തായാലും 2000 രൂപയ്ക്ക് കിട്ടില്ലെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. അവിടെയാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തരാൻ പോകുന്നത്. ഇനിഷ്യലി നമുക്ക് ഒരു പ്രിന്റിംഗ് മെഷീൻ വാങ്ങുക എന്നത് ഭയങ്കര പ്രയാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രിന്റിംഗ് നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ക്യാൻവ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രിന്റിംഗ്, ആ ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന് ക്രിയേറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ആകെപ്പാട് ചെയ്യേണ്ട ഒരു കാര്യം. അതിനുശേഷം പ്രിന്റിംഗ് ഷോപ്പ് എവിടെയാണെന്ന് ഫൈൻഡ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് എവിടെയെങ്കിലും പ്രിന്റിംഗ് ഷോപ്പ് ഉണ്ടെങ്കിൽ അവരെ സമീപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായും കണ്ടെത്താവുന്നതാണ്. നിങ്ങൾക്ക് ഏകദേശം 150 രൂപ മുതൽ 200 രൂപയാണ് ഇത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് പ്രിന്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ പ്രിന്റ് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം 300 രൂപ മുതൽ 350 രൂപ വരെ നേടാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രോഡക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം 150 രൂപ മുതൽ 200 രൂപ വരെ ലാഭം നേടാൻ സാധിക്കും. നമുക്കിനി ഈ ഒരു ബിസിനസിന്റെ ലാഭസാധ്യത എങ്ങനെയാണെന്ന് നോക്കാം. മാസത്തിൽ നിങ്ങൾക്ക് വെറും 50 ഓർഡർ കിട്ടിയാൽ തന്നെ ഏകദേശം 7000 രൂപ മുതൽ 15000 രൂപ വരെ നിങ്ങൾക്ക് ലാഭം നേടാൻ സാധിക്കും.
ഇത്തരത്തിൽ ഫെസ്റ്റിവൽസ്, അതുപോലെ തന്നെ ബർത്ത്ഡേ, കോപ്പറേറ്റീവ് ഇവന്റ്സ് എന്നിങ്ങനെ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഓർഡർ ലഭിക്കുകയും കൂടുതൽ ലാഭം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നേടാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ 5 ബിസിനസ് ആശയത്തിന്റെ 2 ബിസിനസ് ആശയങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞു. ഇനി നമ്മളുടെ മൂന്നാമത്തെ ബിസിനസ് ഐഡിയ എന്താണെന്ന് നോക്കാം. ഹോം മെയ്ഡ് സോപ്പ് ഓർ കാൻഡിൽ മേക്കിംഗ് ആണ് മൂന്നാമത്തെ ബിസിനസ് ആശയം. എങ്ങനെയാണ് ഹോം മെയ്ഡ് സോപ്പ് ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ കാൻഡിൽ ഉണ്ടാക്കേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ബോസ്വാല ആപ്പിൽ അവൈലബിൾ ആണ്. ആ ഒരു ആപ്പിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഒരു ബിസിനസ്സായി മാറ്റുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറയുന്നത് 2000 രൂപ ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും സോപ്പും അല്ലെങ്കിൽ കാൻഡിൽസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഹോം മെയ്ഡ് ആയി നമുക്ക് അറിയാവുന്ന ആളുകൾ തന്നെ അത് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് തരികയാണെങ്കിൽ നമുക്കത് വിശ്വസിച്ച് വാങ്ങാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ട്രസ്റ്റ് തന്നെയാണ് നമ്മളുടെ ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ സാധ്യതയായി എടുത്തു പറയാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് വളരെ കുറഞ്ഞ കെമിക്കൽസ് ഉപയോഗിച്ച് വളരെ നാച്ചുറലായി ഹോം മെയ്ഡ് സോപ്പും അല്ലെങ്കിൽ ആ ഒരു സുഗന്ധം നൽകുന്ന കാൻഡിൽസും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ലാഭം നേടാൻ സാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഈ ഒരു കാൻഡിൽ നിർമ്മിക്കുക അല്ലെങ്കിൽ സോപ്പ് നിർമ്മിക്കുക എന്നതിനെ കുറിച്ച് പഠിക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോകുന്നത്. വെറും 2000 രൂപയാണ് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഈ ഒരു 2000 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ സാമഗ്രികൾ വാങ്ങുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഏകദേശം 30 രൂപയ്ക്ക് നമുക്കൊരു സോപ്പ് നിർമ്മിക്കാൻ സാധിക്കും. നമ്മൾ മാർക്കറ്റിൽ ഈ ഒരു സോപ്പ് 70 രൂപയ്ക്കോ അല്ലെങ്കിൽ 100 രൂപയ്ക്കോ വിൽക്കുകയാണെങ്കിൽ നമുക്ക് 100% മാർജിൻ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളായ ആമസോൺ, മീഷോ എന്നീ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് സെൽ ചെയ്യാനും സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ലാർജ് ഓഡിയൻസിനെ കിട്ടുകയും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് 2000 രൂപയിൽ ആരംഭിച്ച് വലിയ രീതിയിൽ ഇത്തരത്തിൽ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുകയും നിങ്ങൾക്ക് വലിയ മാർജിൻ നേടാനും സാധിക്കും. നാലാമത്തെ ബിസിനസ് ആശയമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ ലോക്കൽ ഷോപ്സ്. സോഷ്യൽ മീഡിയ അല്ലാതെ ഇപ്പോൾ ഒരു കടകളും ഒരു ബിസിനസ്സും സർവേ ചെയ്യില്ല. നമുക്കറിയാം, ബ്യൂട്ടി പാർലർ ആയിക്കൊള്ളട്ടെ, ബേക്കറി ആയിക്കൊള്ളട്ടെ, ഹോട്ടൽ ആയിക്കൊള്ളട്ടെ, എന്തു തന്നെയാണെങ്കിലും ഏത് ബിസിനസ് ആണെങ്കിലും ഇപ്പോൾ അവർ ആളുകളെ ആ ഒരു ഓഡിയൻസിൽ എത്തുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയ പ്രൊമോഷൻ, ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ നമുക്ക് എങ്ങനെ ബിസിനസ് ആക്കി മാറ്റാം എന്നാണ് നമ്മളുടെ നാലാമത്തെ ഐഡിയ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കുക എന്ന് നമുക്ക് നോക്കാം. ബേസിക്കായി നമുക്ക് വേണ്ടത് ഒരു ട്രൈപോഡും ഒരു റിംഗ് ലൈറ്റുമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നിങ്ങൾ സ്വന്തമായി റീലുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു ബിസിനസിന്റെ ആദ്യ പടി എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ വളരെ ചെറിയ രീതിയിലാണ് നമ്മളുടെ ബിസിനസ് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പരിചയത്തിലുള്ള ആളുകളെ കണ്ടെത്തുക, അവർക്ക് ആവശ്യമായ റീലുകൾ, വീഡിയോകൾ എന്നിവ ഉണ്ടാക്കി നൽകുക. അത്തരത്തിൽ നമ്മൾ ക്വാളിറ്റി റീലുകൾ അവർക്ക് നൽകുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലയന്റുകളെ ലഭിക്കുകയും നമ്മളുടെ ബിസിനസ് മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. നമുക്ക് കിട്ടുന്ന ലാഭം ഉപയോഗിച്ച് നമുക്ക് നല്ല ക്യാമറ, സ്റ്റുഡിയോ എന്നിവ നമുക്ക് ഫ്യൂച്ചറിൽ ബിൽഡ് ചെയ്ത് ഒരു വലിയൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയെ നമുക്കിതിനെ മാറ്റാനും സാധിക്കും. ഈ ഒരു ബിസിനസിന്റെ ലാഭ സാധ്യത എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു 10 ക്ലയന്റിനെ നമുക്ക് ഒരു മാസം ലഭിക്കുകയാണെങ്കിൽ ഏകദേശം 10,000 റുപ്പീസിന് എബോവ് നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും. ഇനി ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്ന ആവശ്യമായ കുറച്ച് ടിപ്സും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് ക്ലയന്റിന് ഇത്തരത്തിൽ ഒരു പ്രൊമോഷൻ വീഡിയോസ് ഉണ്ടാക്കി നൽകി അതൊരു പ്രൂഫായി നിങ്ങളുടെ കയ്യിൽ വെക്കുക. അത്തരത്തിൽ ആ ഒരു പ്രൂഫ് നമ്മളുടെ അടുത്ത ക്ലയന്റിന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആ ഒരു കസ്റ്റമറിന് നമ്മളോട് ഒരു ട്രസ്റ്റ് ഉണ്ടാകും. അങ്ങനെ നമ്മൾ കൂടുതൽ ഓരോ ക്ലയന്റിൽ നിന്നും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് മികച്ച രീതിയിൽ വീഡിയോസ് ഉണ്ടാക്കി നൽകി നമുക്ക് കൂടുതൽ ക്ലയന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അഞ്ചാമത് നമ്മളുടെ ബിസിനസ് ആശയമാണ് സെക്കൻഡ് ഹാൻഡ് ബുക്ക് റീസെല്ലിംഗ്. വായനാശീലം ഒരിക്കലും മരിക്കുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, വായനാശീലം കുറഞ്ഞു വരികയാണ്. പക്ഷെ സ്റ്റിൽ ആളുകൾ വായനാശീലം പ്രൊമോട്ട് ചെയ്യുകയും കൂടുതൽ ആളുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ വായിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ ചുറ്റുമുണ്ട്. അവിടെയാണ് ഈ ഒരു ബിസിനസിന്റെ സാധ്യത ഉയർന്നു വരുന്നത്. സ്കൂളിലെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ കോളേജിലെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിന് ആവശ്യമായ പുസ്തകങ്ങൾ, നോവൽസ്, ഫിക്ഷൻസ് എന്നിവയെല്ലാം നമുക്ക് റീസെൽ ചെയ്യാൻ സാധിക്കും. ആ ഒരു പുസ്തകം വിറ്റ വ്യക്തിക്ക് ഒരു തുക നേടാനും സാധിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ കഴിയുന്നതെന്ന് നോക്കാം. OLX-ലൂടെയോ അല്ലെങ്കിൽ ഓൾഡ് ബുക്ക് സ്റ്റോളിലൂടെയോ 20 രൂപയ്ക്കോ 25 രൂപയ്ക്കോ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ബുക്സ് വാങ്ങാൻ സാധിക്കും. ഇത്തരത്തിൽ ബുക്കുകൾ വാങ്ങിച്ചതിന് ശേഷം ആ ഒരു ബുക്ക് വൃത്തിയാക്കുക. അതിനുശേഷം ഈ ഒരു ബുക്ക് വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഷെയർ ചെയ്യുക. ഈ ഒരു സെക്കൻഡ് ഹാൻഡായി വാങ്ങിയ പുസ്തകം നിങ്ങൾ 100 രൂപയ്ക്കോ 300 രൂപയ്ക്കോ വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയി ഇരട്ടിയിലധികം തുക
തുക നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായ ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1500 രൂപ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ബുക്ക് ബൾക്കായി വാങ്ങാൻ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള 500 രൂപ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ബുക്ക് ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യമായുള്ള ക്ലീനിങ് മെറ്റീരിയൽ വാങ്ങാനാണ്. ഇനി നമുക്ക് ഈ ഒരു ബിസിനസിന്റെ ലാഭസാധ്യത എന്താണെന്ന് നോക്കാം. മാസം നിങ്ങൾ ഒരു 200 ബുക്ക് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 8000 രൂപ മുതൽ 15000 രൂപ വരെ ലാഭം നേടാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ 2000 രൂപയ്ക്ക് ആരംഭിക്കാൻ കഴിയുന്ന 5 ബിസിനസ് ഐഡിയാസിനെ കുറിച്ചാണ് പറഞ്ഞത്. ബിസിനസ് ആരംഭിക്കാൻ പണം ഒരു പ്രശ്നമാണെന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. വളരെ കുറഞ്ഞ തുകയ്ക്ക് 2000 രൂപ നമുക്ക് എല്ലാവർക്കും എടുക്കാൻ കഴിയുന്ന ഒരു തുകയാണ്. ചെറിയ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഇന്ന് തന്നെ ആരംഭിക്കുക. ഒട്ടും സമയം കളയണ്ട. നിങ്ങളുടെ ടൈമും ക്രിയേറ്റിവിറ്റിയുമാണ് ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ബേസ്. അപ്പോൾ ഈ ഇത്തരത്തിൽ ലളിതമായി ബിസിനസ് ആരംഭിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിയ രീതിയിൽ നിങ്ങളുടെ ബിസിനസ് വളർത്തിക്കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബോസ്വാല ആപ്പ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാൻഡിൽ മേക്കിംഗ്, സോപ്പ് മേക്കിംഗ് എന്നിങ്ങനെ ഒരുപാട് ബിസിനസ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബോസ്വാല ആപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്ററിനെ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളും ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഏത് തരത്തിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. ബോസ്വാല, ബി ദ ബോസ്.